ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ എന്തൊരു എളുപ്പത്തിൽ പറഞ്ഞിട്ട് പോയല്ലേ. പ്രസവം എന്ന് പറയുന്നത് വളരെ ഈസിയായി നടന്നുകൊണ്ടിരുന്നത്, എൻജോയ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇത് അത് തന്നെയാണ് ഇതിൻ്റെ കുഴപ്പവും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു നെറേറ്റീവാണ്. സർവൈവർഷിപ്പ് ബയസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഒരു 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 അടിപൊളി എക്സാമ്പിളാണിത്. നമ്മളിങ്ങനെ പറയില്ലേ, പണ്ട് ഇങ്ങനെ ജോലിക്കിടയിൽ പോയി പ്രസവിച്ചു, തിരിച്ചു വന്നു, ജോലി ചെയ്തു. അപ്പോൾ അത് അവരുടെ ആ സമയത്തെ സിറ്റുവേഷൻ കൊണ്ടാണ്. അതിനകത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് സർവൈവ് ചെയ്ത ആൾക്കാരാണ് ഇത് പറഞ്ഞതും, അത് സർവൈവ് ചെയ്തവരുടെ കാര്യം നമ്മൾ പറയുന്നുള്ളൂ. എത്രയോ സ്ത്രീകൾ ഈ ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ, അവർക്ക് വേണ്ട സമയത്ത് കെയർ കിട്ടാത്തത് കൊണ്ടോ, അമിതമായ രക്തസ്രാവം കൊണ്ടോ, അല്ലെങ്കിൽ കുട്ടി സ്റ്റക്കായത് കൊണ്ടോ, അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസ് വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മാതാക്കളുടെ മരണനിരക്കും ശിശുക്കളുടെ മരണനിരക്കും നമ്മൾ കുറച്ച് വളരെ നമ്മൾ ഒരു ഇന്ത്യയിലെ തന്നെ ബെസ്റ്റാക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ലോകോത്തര രാഷ്ട്രങ്ങളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ റേറ്റ്. അതെങ്ങനെ സംഭവിച്ചതാണ്? ഈ മോഡേൺ ഒബ്സ്റ്ററ്റിക്സും അത് വഴി കിട്ടുന്ന കെയറും അത് ആളുകളിലേക്ക് ആക്സസിബിൾ ആക്കിയത് കാരണമാണ് ഈ കോംപ്ലിക്കേഷൻസിൻ്റെ അളവ് കുറഞ്ഞതും ഈ മരണനിരക്ക് കുറഞ്ഞതും എല്ലാം. അപ്പം അത് മാത്രമല്ല, ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രസവം. ഒരു ലേബർ റൂമിൽ നിന്നിട്ടുള്ള ഒരാളും ഒരിക്കലും അങ്ങനെ പറയില്ല. ഈ നമ്മൾ ഈ പെയിൻ സ്കെയിലിലൊക്കെ ഏറ്റവും ഹയസ്റ്റ് വെക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് ലേബർ പെയിൻ ആണ്. ഒരു ശരീരത്തിലെ ഒരു ഫുൾ ഓർഗൻ, ആ ഓർഗനിലെ എല്ലാ മസിൽസും ഒരേ സമയം കോൺട്രാക്റ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഗർഭാശയ മുഖം തുറന്നു വരുന്നു. ആ സ്ഥലത്തൂടെ കോൺട്രാക്ഷൻസ്, ആ മസിൽ കോൺട്രാക്ഷൻസിന് ഇടയിലൂടെ ഒരു കുട്ടി ഇറങ്ങി വരുന്നു. അപ്പം ആ സമയത്ത് പെയിൻ എന്ന് പറയുന്നത് ഇൻഡിസ്ക്രൈബിൾ. അപ്പം അത്രയും കഷ്ടപ്പെട്ടില്ലേ. പ്രസവ വേദന എന്ന് പറയുന്നത് അതിനിങ്ങനെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു ശുദ്ധ മണ്ടത്തരാണ്. ഞാനതാണ് ആലോചിക്കുന്നത്. എനിക്കറിയില്ല, പുള്ളിക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാണ്. പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇത് കേട്ടിട്ടൊന്നും തോന്നുന്നില്ല എന്തോ പ്രസവവേദന ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. അതെന്തോ ആയിക്കോട്ടെ. അതിനകത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതും ഒരു ഒബ്സ്ട്രീഷൻ എന്ന നിലയിൽ ഞാൻ പറയേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറേറ്റീവ് ഇസ് വെരി ഡേഞ്ചറസ്. അതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിയാണ് മോഡേൺ മെഡിസിനിൽ കുറേ അഡ്വാൻസസ് വരുന്നുണ്ട്. നമ്മുടെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ നമ്മൾ ഒരുപാട് കുറച്ചു. അതിനോടൊപ്പം തന്നെ പുതിയൊരു സെക്ഷൻ ഓഫ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പുതിയതായി വീട്ടിൽ പ്രസവിച്ചാൽ എന്താ കുഴപ്പം, അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇത് ചെയ്യണോ വേണ്ടായോ എന്ന് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും കാണും. അപ്പോൾ ഈ കുറേ ഫേക്ക് കാര്യങ്ങളൊക്കെ കേട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇത് ചെയ്യാമോ ചെയ്യാതിരിക്കണോ എന്ന് ഒരു നിൽക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ, എത്ര പറഞ്ഞാലും പുള്ളി ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം ഇത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാൾ വിചാരിക്കും, ശരിയാണല്ലോ, ഇത് തന്നെയല്ലേ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ആവാം പ്രസവം. അപ്പം ഓൾ ദീസ് തിങ്സ് ഡു മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ അവസരം കൊടുക്കുന്ന ചാനലുകാരെ ആണ് ആദ്യം പിടിച്ച് തള്ളേണ്ടത്. ഇത് എന്തും പറയാനുള്ള ലൈസൻസ് എന്നാണ്. അപ്പം എന്തും പറയാം, ഒരു മെഡിക്കൽ ഇതും വേണ്ട, ഒരു ബാക്ക്ഗ്രൗണ്ടും വേണ്ട, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ അവസരം കൊടുക്കുന്നതിൻ്റെ പ്രശ്നം കൂടെയാണ്. പക്ഷേ ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. ദിസ് ഇസ് നോട്ട് ട്രൂ അറ്റ് ഓൾ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം എഫേർട്ടും മെഡിക്കൽ കെയറിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ബ്യൂറോക്രസിയുടെയും എല്ലാം ഒരു എഫേർട്ട് കാരണം നമ്മൾ കുറച്ച് കൊണ്ടുവന്ന ഈ മരണനിരക്കിനെയൊക്കെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഈ വർത്തമാനം. ദിസ് ഇസ് നോട്ട് ട്രൂ, ദിസ് ഇസ് നോട്ട് കറക്റ്റ് അറ്റ് ഓൾ. ഇത് നമ്മൾ പ്രതികരിക്കണം. ഇങ്ങനെ സംസാരിക്കാൻ അവസരങ്ങൾ കൊടുക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്.